കോടതി നിർദ്ദേശിച്ച 3 കൗൺസിലിംഗിന് ശേഷവും ഇരു കക്ഷികളും പിരിയണമെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇനിയുള്ള 6 മാസക്കാലം ഇരുവരും പരസ്പര ബന്ധമില്ലാതെ മാറി താമസിക്കണമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഈ 6 മാസത്തിന് ശേഷവും വിവാഹമോചനം നേടി പിരിയുവാൻ തന്നെയാണ് കക്ഷികളുടെ തീരുമാനമെങ്കിൽ ആയത് കോടതി പരിഗണനയ്ക്കെടുക്കുന്നതാണ്. ഈ കാലയളവിനുള്ളിൽ ഇരു കക്ഷികളുടെയും സ്വത്തിലും പരസ്പരമുള്ള മറ്റ് അവകാശങ്ങളിലും വക്കീൽ മുഖേന രമ്യമായ ഒരു തീർപ്പുണ്ടാക്കണമെന്നും കോടതി ഇതിനാൽ ആവശ്യപ്പെടുന്നു. രമ്യമായ ഒരു തീർപ്പെന്ന് കോടതി പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈ തർക്കത്തിന് കൂട്ടുനിൽക്കുക എന്നല്ല അർത്ഥം. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നതാണ്. അതിന് വക്കീല് പറഞ്ഞ വഴി എനിക്ക് സ്വീകാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ സത്യനാഥൻ, മരിക്കുന്നതിന് മുമ്പ് പ്രിയയുടെ അച്ഛൻ അവരുടെ പേർക്ക് എഴുതി കൊടുത്തതാണ് ആ സ്ഥലവും വീടും. ഇപ്പൊ കാണുന്ന വീടേ എന്റെ PF നിന്നും കൂടി ലോൺ എടുത്ത് ഞാൻ ഉണ്ടാക്കിയ വീടാ. ഇപ്പോഴും അതിന്റെ പലിശ മാസാമാസം എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു അവസ്ഥയില് ഒരു വാടക വീടെടുത്ത് മാറാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. ഇനി മുതൽ ആ ലോൺ ഞാൻ അടച്ചോളാം വക്കീലേ. അയ്യേ, അതങ്ങ് കോത്താഴത്ത് പോയി പറഞ്ഞാ മതി.